നമ്മളെ ഒരു ട്രിപ്പ് പോവാം. ട്രിപ്പെന്ന് പറഞ്ഞാൽ ചെറിയ ട്രിപ്പൊന്നും അല്ല, അങ്ങ് തിരുവനന്തപുരത്ത് പോവാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവാം. അപ്പോൾ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒക്കെ കാണിച്ചു തരാം. നമ്മൾ 3 ക്ഷേത്രത്തിലാണ് പോകാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഹായ്, അപ്പം നമ്മൾ മെട്രോയിൽ കയറിയിട്ടോ, കാണാമോ? നമ്മൾ സൗത്തിലേക്ക് പോവാണ്. ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ സൗത്തിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് വന്ദേ ഭാരത്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഒരാളും കൂടെ ഉണ്ട് കാണിക്കാം. ഇതാ നമുക്ക് വന്ദേ ഭാരത് എത്തിക്കഴിഞ്ഞിരിക്കണം കേട്ടോ ഗൈസ്. കണ്ടോ, കാണാമോ? നമ്മുടെ നമ്മളിതായിട്ട് സീറ്റൊക്കെ കിട്ടി. വന്ദേ ഭാരതിലെ ഫുഡ് കാണിക്കാട്ടോ. ഹലോ, അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എത്തിയിരിക്കുന്നു ഗൈസ്. നമ്മളെ ഒരു കോഫി കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഒരു കോഫി കുടിക്കാൻ കയറി കേട്ടോ. പരിപ്പോട കോഫി ജീരകം ചേർക്കുന്നുണ്ടോ? നമ്മുടെ അവിടുത്തെ കൂട്ടൊരു ടേസ്റ്റ് അല്ല. നമ്മളിതാ റൂം എത്തിയിരിക്കുന്നു കേട്ടോ. റൂം കാണിച്ചു തരാവേ. ഭയങ്കര സെറ്റപ്പല്ല, അതിന് കുഴപ്പമില്ല. ചന്ദ്രി ഹായ് ഒക്കെ പറഞ്ഞു. റൂം പോയാണ്. പിന്നെ വാട്ടർ, താങ്ക് യു. ഹലോ, അപ്പം ഞങ്ങൾ ഇറങ്ങി കേട്ടോ റൂമിൽ നിന്ന്. ഞങ്ങൾ കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ 2 പേരും കൂടി ഞങ്ങൾ പഴവങ്ങാടി ക്ഷേത്രത്തിൽ പോവാണ്. ഇവിടുന്നല്ല, അപ്പുറത്തും ഞങ്ങൾക്ക് വഴി തെറ്റി. ഞങ്ങളപ്പം ഇനി ഞങ്ങൾ പഴവങ്ങാടി ക്ഷേത്രത്തിൽ പോയി. ഹലോ, അപ്പോൾ നമ്മൾ പഴവങ്ങാടി ക്ഷേത്രത്തിൽ വന്നു കേട്ടോ. കണ്ടോ, ഇവിടുത്തെ ഒരു വഴിപാടാണ് നാളികേര ഉടക്കൽ. ഗണപതി അമ്പലത്തിൽ എല്ലായിടത്തും അത് തന്നെയാണ്. എന്നാലും ഇവിടെ നാളികേര ഉടക്കൽ ഒരു പ്രത്യേക ഒരു ചടങ്ങാണ്. അപ്പോൾ ഒരു 9 എണ്ണം. അപ്പം നമ്മൾ തൊഴുതിറങ്ങി കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ഗണപതി അമ്പലം കേട്ടോ, പഴവങ്ങാടി ഗണപതി അമ്പലം. ഇത് ഇവിടുന്ന് ഒരു പ്രസാദമാണ് കേട്ടോ. ഇത് കണ്ടോ, അപ്പം നമ്മൾ ലുലു മാളിൽ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുക കേട്ടോ. നമ്മൾ 2 പേരും കൂടി. അവള് പറഞ്ഞത് വളരെ കറക്റ്റാട്ടോ. എറണാകുളം ലുലു ഇത്രയും ഫുഡ് കോർട്ട് ഇത്രയും വലുതല്ല. ഇത് ഏറ്റവും ടോപ്പില് ഫുള്ള് ഫുഡ് കോർട്ടാണ് കേട്ടോ. ഒന്നും പറയാനില്ല. പക്ഷെ എറണാകുളത്ത് ഇത്രയില്ല. ഏറ്റവും മുകളിലാണെങ്കിൽ പോലും. ഹായ്, അപ്പോൾ ഇതാ നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാനുണ്ട്. നല്ല വ്യൂ ആണ് ഇവിടെ, കണ്ടോ, കിടക്കൻ വ്യൂ ആണ്. ഇത് 9ാമത്തെ നില അല്ലേ? 9 അല്ലേ? 9ാമത്തെ നിലയാണത്. ഭയങ്കര രസമാട്ടോ ഇവിടുന്ന് രാവിലെ കാണാനൊക്കെ. ഇതാ നമ്മൾ 2 പേരും ഒരു ഹായ് പറഞ്ഞേ. ഞങ്ങൾ 2 പേരും കൂടെ റെഡി ആയിട്ട് പോവാം. ഇനിയിപ്പോൾ ഇവിടുന്ന് യൂബർ എടുക്കണം. അപ്പം നമ്മൾ ദാ പത്മനാഭൻ്റെ മണ്ണിൽ വന്നിരിക്കുകയാണ്.
കാണാൻ പറ്റുന്നുണ്ടോ? തൊഴുതിറങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ആറ്റുകാൽ കാണാം കേട്ടോ. ഇനി ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കഴിഞ്ഞു. അപ്പോൾ ഇനി ആറ്റുകാൽ വന്നിട്ട് ഇനി അടുത്ത് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മളിതാ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ വന്നു കേട്ടോ. അമ്മയ്ക്കിതാ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഒട്ടും വിചാരിച്ചല്ല കേട്ടോ ഇവിടെ വരാൻ പറ്റുമെന്ന്. സത്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോഴും എനിക്കിവിടെ വരാൻ പറ്റിയില്ല. ഇപ്രാവശ്യം വന്നപ്പോൾ യാദർച്ഛികമായിട്ടാണ് എൻ്റെ അടുത്ത് അവൾ പറയുന്നത്, ചാന്ദിനി പറയുന്നത്, ആറ്റുകാലും ഉണ്ട്, നമുക്ക് അവിടെയും പോകാമെന്നുള്ളത്. സത്യത്തിൽ ഇല്ലെങ്കിൽ നേരെ വന്നിട്ട് റൂമെടുത്ത് അവിടെ രണ്ടും പോയിട്ട് ഞാൻ നേരെ തിരിച്ചു പോരും എറണാകുളത്തിന്. പക്ഷെ ഒരു യാദർച്ഛികമായിട്ട് വന്നുകൊണ്ടായിരിക്കും ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ വരുന്നത് എനിക്ക്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വരാൻ പറ്റിയതുകൊണ്ട് അതൊക്കെ നിമിത്തമായിരിക്കും അല്ലേ? അതെ. അപ്പോൾ ഇതായിരിക്കും എൻ്റെ എൻട്രൻസ് കേട്ടോ. കാരണം അയ്യോ അവളെവിടെ പോയി? ആ ഇതാ വഴിപാടൊക്കെ കഴിപ്പിക്കാൻ എനിക്ക് അകത്തോട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഫോണ് അകത്തോട്ട് കയറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ എല്ലാം വെച്ചിട്ട് പോകണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇവളെ ഏൽപ്പിച്ചിട്ട് വേണ്ടേ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്യണം. നേരത്തെ റൂൾ ഉണ്ടായിരുന്നു, ഇപ്പം ആ റൂളില്ല. അപ്പോൾ ഇപ്പം അകത്ത് കയറ്റാം. അപ്പം നമ്മൾ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലും തൊഴുതു ഇറങ്ങി. അപ്പം എല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ട്രിപ്പുകളെല്ലാം കഴിഞ്ഞു. നമ്മുടെ അമ്പലം വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാ ഞങ്ങളുടെ ബാഗൊക്കെ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. നമ്മൾ രണ്ടാളും കൂടി ഇനി തിരിച്ച് നമുക്ക് എത്ര മണിക്കാണ്? 4 മണി. ഞങ്ങൾ 4 മണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ. അതുവരെ ഞങ്ങളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണം. അതാണ് സാരം. ആ അതെ, കഴിച്ചൊക്കെ ഇനി ഞങ്ങളുടെ പ്ലാനിങ് മാറ്റി കേട്ടോ. ഞങ്ങള് ക്യാൻസൽ ചെയ്തു. അതെ, ഞങ്ങളങ്ങനെ തോപ്പിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ സിനിമയ്ക്ക് പോവാണ് ലുലുവിൽ. ഇവിടെ ട്രിവാൻഡ്രം വന്നിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോയില്ല എന്നുണ്ടോ, സിനിമയ്ക്ക് പോവാണ്. അപ്പം ഞങ്ങൾ 2 മണിക്കൂറിൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്യാം. അപ്പം എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത ഫുഡൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കും, ലുലുവിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇല്ല ഞങ്ങൾക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ സിനിമ ഇനി എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മൾ PVR വന്നു കേട്ടോ, ലുലു PVRൽ വന്നിട്ടുണ്ട്. നീ ഇവളെ എപ്പോഴും കണ്ടില്ലെന്നുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ വരെ കണ്ടു. നമ്മൾ ഏത് മൂവിക്കാ വരണേ? നമ്മൾ ഏത് മൂവിക്കാ വരണേ? പ്രേതം. അപ്പോൾ നമ്മുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ നേരെ എറണാകുളത്തിന് വിടുകയാണ്. അപ്പോൾ ഇതാ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നമ്മളിതാ കയറിയിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ എറണാകുളം 6:45 ആകുമ്പോൾ ചില്ലു എന്നാണ് കാണിക്കുന്നത്. ഭയങ്കര സൗണ്ട് കാരണമൊന്നും കേൾക്കത്തില്ല, അതുകൊണ്ടാണ് ഇത് വെച്ച് പറയുന്നത്. ഓക്കെ, ബൈ.